സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പതിവിലും വൈകിയാണ് നന്ദന സ്കൂളിൽ നിന്നും ഇറങ്ങിയത്. സ്പെഷ്യൽ ക്ലാസ് ഉള്ള ദിവസങ്ങളിലെല്ലാം തൊട്ടടുത്ത ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് കുടിക്കുക എന്നത് അവളുടെ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ പതിവ് തെറ്റിക്കാതെ സുഹൃത്തുക്കളോടൊപ്പം അവൾ അങ്ങോട്ട് ചെന്നത്. കടയുടെ അകത്തേക്ക് കയറിയതും അവിടെ തനിക്കായി കാത്തിരിക്കുന്ന തന്റെ അമ്മ മായയെ കണ്ടതും അവൾക്ക് വലിയ കൗതുകമായി. പക്ഷേ അമ്മയുടെ തൊട്ടരികിലായി ഇരിക്കുന്ന ആ ആൾ, ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത മുഖം, അത് അവളുടെ ആകാംക്ഷ വർദ്ധിപ്പിച്ചു. ഹാ, ദാ നന്ദു വന്നല്ലോ. ഹരി, ഇതാണ് എൻ്റെ ഒരേ ഒരു മകൾ നന്ദന. ഇവിടെ +2 പഠിക്കുന്നു. നന്ദു, ഇത് ഹരി, അമ്മയുടെ ഫ്രണ്ടാണ്. സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഹരിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി ഇന്നലെ. അതിന്റെ ട്രീറ്റ് തരാമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. നീ എന്തായാലും ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാലോ, അതാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തത്. അവൾ രണ്ടാളെയും പരസ്പരം പരിചയപ്പെടുത്തു. ഹായ് നന്ദു, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? എക്സാം ഒക്കെ ആയല്ലോ അല്ലേ? അയാളുടെ ദൃഢമായ ശബ്ദമാണ് അവളെ ഉണർത്തിയത്. ഗോയിങ് വെൽ, എക്സാം നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. അത്രമാത്രം മറുപടി പറഞ്ഞ് അവൾ നിർത്തി. നന്ദു വേണമെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നോട്ടെ മായ, നമ്മളായിട്ട് എന്തിനാ അവരുടെ എൻജോയ്മെന്റ് ഇല്ലാതാക്കുന്നത്? എല്ലാവരും വേണ്ട ജ്യൂസുകൾ ഓർഡർ ചെയ്തോളൂ, അങ്കിൾ പേ ചെയ്തേക്കാം. എന്നാ മോള് ചെല്ലേ. അയാളുടെ നിർദ്ദേശപ്രകാരം ഫ്രണ്ട്സിന്റെ കൂടെ ചെന്നിരിക്കുമ്പോഴും അവളുടെ ശ്രദ്ധ മുഴുവൻ അമ്മയുടെയും ഹരിയുടെയും ഭാഗത്തായിരുന്നു. അമ്മ വല്ലപ്പോഴും മാത്രമേ ഇത്ര സന്തോഷത്തോടെ സംസാരിക്കുന്നത് കാണാറുള്ളൂ. അവരുടെ അടുപ്പം അവളിൽ പല ചോദ്യങ്ങളും സൃഷ്ടിച്ചു. രാത്രി ഏറെ വൈകിയാണ് വീട്ടിലെത്തിയത്. ഷോപ്പിങ്ങും കഴിഞ്ഞ് പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ചിട്ടാണ് വന്നത്. സാധാരണ ഷോപ്പിങ്ങിൽ ഉണ്ടാകാറുള്ള ഉത്സാഹം അത്രയും അവളിൽ ഇല്ലാതാക്കിയത് ഹരിയുടെ സാന്നിധ്യമാണ്. വീട്ടിലെത്തിയെങ്കിലും അവൾ അയാളെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. അമ്മ തന്നെയാണ് സംസാരിച്ചു തുടങ്ങിയത്. നീ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ് ഹരിയെ. ഹരിയുടെ അമ്മ 2 മാസം മുൻപ് മരിച്ചു. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പാവം, വിവാഹം പോലും വേണ്ടെന്ന് വെച്ചത് അമ്മയെ നോക്കാനായിരുന്നു. കുറെ നാളുകളായി അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. അവസാനമായി അവൻ വന്നിരുന്നത് നിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കാണ്. ഈ വീട്ടിലെ ലാസ്റ്റ് സെലിബ്രേഷനും അതായിരുന്നല്ലോ. നിന്റെ അച്ഛൻ അനന്തൻ പോയതിൽ പിന്നെ... അമ്മയുടെ വാക്കുകൾ മുറിഞ്ഞപ്പോൾ മനസ്സിലായി അമ്മ കരയുകയാണെന്ന്. ഒന്നും മിണ്ടാതെ അവൾ ഹാളിൽ വന്ന് ചുമരിലെ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. അവൾക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ അനന്തൻ മരിച്ചത്. പട്ടാളത്തിൽ സേവനം ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ അപകടത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത്. അച്ഛനെ കണ്ട ഓർമ്മയില്ലെങ്കിലും അവൾ അച്ഛന്റെ അതേ പതിപ്പാണെന്ന് പലരും പറയാറുണ്ട്. അച്ഛൻ ഇല്ലാതായ ശേഷം അവരുടെ ജീവിതം മുന്നോട്ട് പോയത് മുഴുവൻ അച്ഛന്റെ സർവീസ് പെൻഷൻ കൊണ്ടായിരുന്നു. അമ്മയ്ക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പലരും മറ്റൊരു വിവാഹത്തിന് നിർബന്ധിപ്പിച്ചപ്പോഴും ഞാൻ മരിക്കുമ്പോഴും അനന്തന്റെ ഭാര്യയായിട്ട് തന്നെ മരിക്കുമെന്ന് അമ്മ മറുപടി പറയാറുണ്ടായിരുന്നു. ആ നിലപാടിന് മുന്നിൽ അമ്മ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ നന്ദുവിന് എന്നും വലിയ ബഹുമാനം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്നോടെ ആ തീരുമാനം മാറ്റി എഴുതപ്പെടുമോ എന്നൊരു സംശയം. അമ്മയിൽ ഹരിയങ്കിളിന് കാണുന്ന സ്വാതന്ത്ര്യം. വീണ്ടും കുറച്ചു നേരം അവൾ മൗനമായി. എത്ര നാൾ അമ്മ ഒറ്റയ്ക്ക് ജീവിക്കും? ഇത്ര വർഷത്തിനിടയിൽ അമ്മ ഒരു കൂട്ടിനായി ആഗ്രഹിച്ചു കാണില്ലേ? സങ്കടം വരുമ്പോൾ ഒപ്പം നിൽക്കാൻ ഒരാൾ വേണമെന്ന് തോന്നിയിരിക്കുമല്ലോ. അമ്മയുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ കൂടി ഇല്ലാതായാൽ അമ്മ പൂർണ്ണമായും തനിച്ചാകില്ലേ? അത് പാടില്ല. അമ്മയ്ക്കൊരു കൂട്ട് വേണം. അവൾ അല്പനേരം അച്ഛന്റെ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. എന്തിനാ അച്ഛാ എനിക്കൊരു നല്ല ഓർമ്മ പോലും തരാതെ പോയത്? കൂട്ടുകാർ അവരുടെ അച്ഛന്മാരോടൊപ്പം നടക്കുന്നത് കാണുമ്പോൾ ഞാൻ എത്ര മിസ് ചെയ്യാറുണ്ട് എന്നറിയോ? അച്ഛന്റെ സ്ഥാനത്ത് എങ്ങനെയാ വേറെ ഒരാളെ സങ്കല്പിക്കുക? എനിക്കെന്നും എൻ്റെ അച്ഛൻ മാത്രമല്ലേ? സങ്കടം മനസ്സിൽ നിറഞ്ഞു മിഴിനീർ തുള്ളികൾ വീഴാൻ തുടങ്ങി. നന്ദു, വന്ന് കിടക്ക്, ലേറ്റ് ആവണ്ട, നാളെ സ്കൂളിൽ പോകേണ്ടേ? അമ്മയുടെ ശബ്ദം കേട്ടതു നന്ദു കണ്ണുനീർ ഒപ്പിയെടുത്ത് മുറിയിലേക്ക് നടന്നു. ആ രാത്രി മുറിയിൽ കിടന്നെങ്കിലും നന്ദുവിന് ഉറക്കം വന്നില്ല. അമ്മയെ നഷ്ടമാകുമോ എന്നൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്കൊരു കൂട്ട് വേണം എന്ന ആഗ്രഹം അതിനേക്കാൾ ശക്തമായിരുന്നു. അവൾ മറിഞ്ഞും തിരിഞ്ഞും കിടന്നു. അമ്മയ്ക്ക് ഹരിയങ്കിളിനെ ഇഷ്ടാണോ?
അവരൊരുമിച്ചാൽ അമ്മയ്ക്ക് സന്തോഷമാവുമോ? അമ്മ ഇത്ര സന്തോഷത്തോടെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഈ ചിന്തകൾ വീണ്ടും വീണ്ടും അവളെ അലട്ടിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ നന്ദു അമ്മയുടെ അടുക്കിലെത്തി. മുഖത്തുപോലും നോക്കാതെ ഒറ്റ ശ്വാസത്തിലാണ് അവൾ അത് ചോദിച്ചത്. അമ്മയ്ക്ക് അങ്കിളിനെ ഇഷ്ടാണോ? ആരെ? അവരുടെ മുഖത്ത് ആകാംക്ഷ നിഴലിച്ചു. ഹരി അങ്കിളിനെ. മടിച്ചു അവൾ പറഞ്ഞ ഉത്തരം കേട്ട് അവർ കുറച്ചു സമയം മിണ്ടാതിരുന്നു. പിന്നീട് തുടർന്നു. അങ്ങനെ ചോദിക്കാൻ എന്താ കാരണം? അവൾ തന്റെ കയ്യിലിരുന്ന അമ്മയുടെ ഫോൺ തുറന്ന് അവർ ഒരുമിച്ചുള്ള ഫോട്ടോസ് അമ്മയെ കാണിച്ചു കൊടുത്തു. എന്താ അമ്മേ പിന്നെ ഇതിന്റെ അർത്ഥം? അമ്മയ്ക്ക് അങ്കിളിന്റെ പ്രസൻസ് സന്തോഷം തരുന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അമ്മയ്ക്ക് അങ്കിളിനെ ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത്. അതാകുമ്പോൾ ആരും തെറ്റായി ഒന്നും പറയില്ലല്ലോ. തന്റെ അമ്മയുടെ പ്രതികരണം ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാകാമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്താ നന്ദു, അമ്മ തെറ്റായ വഴിക്കാണ് പോകുന്നതെന്ന് നിനക്ക് തോന്നിയോ? അവരുടെ ശബ്ദം ദൃഢമായിരുന്നു. അല്ലമ്മേ, ഞാൻ പറയുന്നത് കല്യാണം കഴിച്ചാൽ അമ്മയ്ക്ക് ജീവിതത്തിൽ ഒരു കൂട്ടാവുമല്ലോ, അതാ ഞാൻ. പറഞ്ഞ് അവസാനിക്കും മുമ്പേ അവരവിടെ നിന്നും എഴുന്നേറ്റ് പോയി. പറഞ്ഞത് അവിവേകമാണെന്ന് നന്ദുവിന് തോന്നി. അല്പസമയത്തിനകം അവരവിടേക്ക് തന്നെ തിരിച്ചു വന്നു. ഒപ്പം അവളുടെ ഫോണും കയ്യിലുണ്ടായിരുന്നു. തന്റെ ഫോണെടുത്ത് എന്തൊക്കെയോ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെ അവൾ അതിശയത്തോടെ നോക്കി. എന്താ അമ്മേ, എന്താ നോക്കുന്നത്? അവൾക്ക് ആകാംക്ഷയായി. ഇതിൽ ആരുമായാണ് നന്ദു ഞാൻ നിന്റെ വിവാഹം നടത്തേണ്ടത്? തനിക്ക് നേരെ നീട്ടിയ ഫോണിന്റെ ഡിസ്പ്ലേ തെളിഞ്ഞ തന്റെയും തന്റെ സുഹൃത്തുക്കളുടെയും ഒരുമിച്ചുള്ള ഫോട്ടോയിലേക്ക് ഒരു നിമിഷം നോക്കിയ ശേഷം അവൾ അമ്മയെ തന്നെ ഉറ്റുനോക്കി. വിവാഹമോ? അമ്മയ്ക്ക് എന്താ വട്ടായോ? ഇവരൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? അത് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ? അവളുടെ ശബ്ദം കനത്തു. അപ്പോൾ എന്റെ സുഹൃത്തിനോടൊപ്പം കണ്ട ഞങ്ങളുടെ ഫോട്ടോക്ക് മാത്രം നീ എന്തിനാ തെറ്റായ വ്യാഖ്യാനം നൽകിയത്? എന്നെപ്പോലെയാണോ അമ്മ? അത്രയും പറഞ്ഞ് അവൾ നിർത്തിയെങ്കിലും അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവർക്ക് വ്യക്തമായിരുന്നു. അപ്പൊ നന്ദു, ഒരു നിശ്ചിത വയസ്സുവരെ മാത്രമേ സ്വന്തം വർഗത്തിൽപ്പെട്ടവർ സുഹൃത്തായി പാടുള്ളൂ അല്ലേ? അതും ഭർത്താവ് മരിച്ച സ്ത്രീകളായാൽ തീരെ പാടില്ല എന്നാണോ? അയ്യോ അമ്മേ! അവൾ അമ്മയുടെ ചുണ്ടിൽ വിരലമർത്തി അമ്മയെ തടഞ്ഞു. സൗഹൃദങ്ങൾക്ക് അങ്ങനെ പ്രായപരിധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നന്ദു. കളങ്കമില്ലാത്ത സൗഹൃദമാണെങ്കിൽ എന്തിനാണ് പ്രായപരിധി? നീ ഇപ്പോൾ നിന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു അകലവും പാലിക്കാതെയല്ലേ പെരുമാറുന്നത്? അവർക്കൊപ്പം ഇരിക്കുന്നു, നടക്കുന്നു, ഭക്ഷണം പങ്കുവെക്കുന്നു. 10-20 വർഷം കഴിഞ്ഞാലും ഇതേ സുഹൃത്തുക്കളോട് ഇങ്ങനെ തന്നെ പെരുമാറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ സൗഹൃദത്തിന് വേറെ വ്യാഖ്യാനം നൽകുന്നത് എന്തിനാണ്? ഞാനും ഹരിയും പഠിക്കുന്ന കാലം മുതൽക്കേ നല്ല സുഹൃത്തുക്കളാണ്. പഠിക്കുന്ന കാലം മുതലേ അവനൊരു കുട്ടിയോട് ഇഷ്ടവുമായിരുന്നു. അവളുടെ കല്യാണം വീട്ടുകാർ വേറെ ഒരാളുമായി തീരുമാനിച്ചുറപ്പിച്ചു. നിനക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു അത്. ആ ഡിപ്രഷനിൽ നിന്നും റിക്കവർ ആകാൻ അവനോട് വിദേശത്തേക്ക് പോവാൻ പറഞ്ഞത് ഞാനാണ്. അവളുടെ ഓർമ്മകളിൽ നിന്നും ദൂരെ ഒരിടത്തേക്ക് ഒളിച്ചോട്ടം ഒരു സുഹൃത്തിനോട് പറഞ്ഞ് അത് ഏർപ്പാടാക്കി കൊടുത്തത് നിന്റെ അച്ഛനായിരുന്നു. പിന്നീട് പ്രതീക്ഷിക്കാതെയുള്ള നിന്റെ അച്ഛന്റെ മരണം എന്നെ എല്ലാ സന്തോഷങ്ങളിൽ നിന്നും ഉൾവലിച്ചു. എല്ലാവരിൽ നിന്നും മനഃപൂർവ്വം ഞാനൊരു അകലം പാലിച്ചു. നിന്റെ അച്ഛൻ എന്റെ മനസ്സിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോകാൻ കഴിയുന്ന ഒരാളല്ലല്ലോ. പിന്നീട് നിനക്ക് വേണ്ടി മാത്രമായിരുന്നു എന്റെ ജീവിതം. അതിനിടയ്ക്ക് എന്റെ സന്തോഷങ്ങൾ ഞാൻ മനഃപൂർവ്വം മറന്നെന്നു നടിച്ചു. വേറെ ജീവിതം തിരഞ്ഞെടുക്കണമെങ്കിൽ എനിക്ക് എന്നേ ആകാമായിരുന്നു. പക്ഷേ നിന്റെ അച്ഛന്റെ സ്നേഹത്തിന് പകരം തരാൻ ആരെക്കൊണ്ടും കഴിയില്ലെന്ന് അമ്മയ്ക്ക് മാത്രമല്ലേ അറിയൂ. വീണ്ടും ഹരിയെ കണ്ടപ്പോൾ ആ പഴയ ലൈഫ് തിരിച്ചു കിട്ടിയതുപോലെ തോന്നി എനിക്ക്. ജീവന് തുല്യം സ്നേഹിച്ച അമ്മയെ നഷ്ടപ്പെട്ട അവനെ കണ്ടപ്പോൾ ഞങ്ങൾ തുല്യ ദുഃഖിതരാണെന്ന് തോന്നി. ഒരു നോട്ടം കൊണ്ട് പോലും അവൻ തെറ്റായി എന്നെ സമീപിച്ചിട്ടില്ല. നേരത്തെ വിവാഹം കഴിഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് നിന്റെ അത്രയും പ്രായമുള്ള കുട്ടി ഉണ്ടാകില്ലായിരുന്നു. അവനിപ്പോൾ 42 വയസ്സായിട്ടുള്ളൂ. അമ്മയുടെ ശബ്ദം അല്പം വിങ്ങി. അമ്മയ്ക്ക് ജീവിതത്തിൽ ഒരാളോട് മാത്രമേ പ്രണയം തോന്നിയിട്ടുള്ളൂ നന്ദു. അത് നിന്റെ അച്ഛനോടാണ്. ആ വാക്കുകൾ നന്ദുവിന്റെ ഉള്ളിൽ എവിടെയോ തട്ടി. ഇതുവരെ അവൾക്കുണ്ടായിരുന്ന സംശയങ്ങളും ആശങ്കകളും ഒരു നിമിഷം മങ്ങിപ്പോയെങ്കിലും അമ്മയുടെ കണ്ണുകളിൽ തിളങ്ങുന്ന ആ നിറവില്ലാത്ത സ്നേഹം അവളുടെ ഹൃദയം തകർത്തുപോയി.
അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് അമ്മയെ ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിത്തത്തിൽ ഒരു മകളുടെ ഭയമുണ്ടായിരുന്നു, ഒരു കുറ്റബോധമുണ്ടായിരുന്നു. അതിലും കൂടുതൽ അമ്മയെ വീണ്ടും ഒരിക്കലും വേദനിപ്പിക്കരുതെന്ന ഉറച്ച തീരുമാനവും ഉണ്ടായിരുന്നു. മായ പതുക്കെ നന്ദുവിനെ ചേർത്ത് പിടിച്ചു. നീ എന്റെ ജീവിതമാണ് മോളെ എന്ന് അമ്മ ചുണ്ടിൽ ചിരിയോടെ പറഞ്ഞു. ആ ദിവസം അവരുടെ ഇടയിൽ ഒരു പുതിയ തുറന്ന ബന്ധം പിറന്നു. വീട്ടിലെ ബന്ധങ്ങളെല്ലാം പതുക്കെ പഴയ ചൂടിലേക്ക് മടങ്ങിയിരുന്നു. അമ്മയും നന്ദുവും വീണ്ടും ചിരിച്ച് സംസാരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുമിച്ച് സന്തോഷിക്കാനും തുടങ്ങി. ഹരി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ടായിരുന്നു. മായയും ഹരിയും നല്ല സുഹൃത്തുക്കൾ എന്ന നിലയിൽ സംസാരിക്കുകയും ചായ കുടിച്ചുകൊണ്ട് പഴയ സ്കൂൾ ഓർമ്മകൾ പങ്കിടുകയും ചെയ്യുമായിരുന്നു. നന്ദു അതെല്ലാം നോക്കി നിൽക്കും. അമ്മയുടെ മുഖത്തൊരു സമാധാനം അവൾ കാണും. അതിനിടയിലാണ് സ്കൂളിലെ എക്സാം റിസൾട്ട് വന്നത്. നന്ദുവിന് നല്ല മാർക്ക് ലഭിച്ചു. ടീച്ചർമാർ വിളിച്ച് അഭിനന്ദിച്ചു. നന്ദു നല്ല പഠിക്കുന്ന കുട്ടിയാട്ടോ, അവളുടെ പഠനം മുടക്കാൻ പാടില്ല, നല്ല എന്തെങ്കിലും കോഴ്സിന് ചേർക്കണം എന്ന് പല ടീച്ചർമാരും വിളിച്ച് മായയോട് പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കോയമ്പത്തൂരിൽ ബീഫാമിനുള്ള സെലക്ഷൻ കിട്ടി. എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ നന്ദു മാത്രം മിണ്ടാതിരുന്നു. എന്താ മോളെ? മായ ചോദിച്ചു. ഞാൻ പോകുന്നില്ല അമ്മേ. അമ്മയെ തനിച്ചാക്കി എങ്ങനെ പോകും? അമ്മ ചിരിച്ചു. നീ പോകണം നന്ദു, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. അമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നന്ദുവിന് അത് എളുപ്പമായിരുന്നില്ല. അമ്മയെ ഒറ്റയ്ക്ക് വിട്ടു പോകുക എന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. അന്ന് രാത്രി അവൾ ഏറെ ആലോചിച്ചു. അമ്മയ്ക്കൊരു കൂട്ട് വേണം, തനിക്ക് മുന്നോട്ട് പോകണം, ഇരുവരുടെയും ജീവിതം ഒരുമിച്ച് സന്തോഷകരമാക്കാൻ എന്ത് ചെയ്യും? അവൾ മനസ്സിലൊരു തീരുമാനം ഉറപ്പിച്ചു. ഒരു വൈകുന്നേരം ഹരി വീട്ടിൽ വന്നപ്പോൾ നന്ദു അവനെ വിളിച്ചു പുറത്തുനിന്ന് സംസാരിച്ചു. ഹരി അങ്കിൾ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കുമോളെ. എന്റെ അമ്മയ്ക്കൊരു കൂട്ടാവോ? ഹരി ഞെട്ടി. എന്താ പറയുന്നത്? ഞങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ? നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് പഠിക്കാൻ പോകണം. അമ്മയെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് ഭയമാണ്. അമ്മ സന്തോഷത്തോടെ ജീവിക്കണം. നിങ്ങളുണ്ടെങ്കിൽ അമ്മക്കൊരു സുരക്ഷയും സമാധാനവും കിട്ടും. ഹരി മിണ്ടാതെ നിന്നു. അവളുടെ വാക്കുകളിൽ ഒരു മകളുടെ ആശങ്കയും സ്നേഹവും നിറഞ്ഞിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ പതുക്കെ പറഞ്ഞു. നിന്റെ അമ്മ സമ്മതിച്ചാൽ എനിക്ക് എതിർപ്പൊന്നുമില്ല മോളെ. അമ്മയെ ഞാൻ സമ്മതിപ്പിച്ചോളാം, നന്ദു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആ രാത്രി അമ്മയോട് സംസാരിച്ചത് എളുപ്പമായിരുന്നില്ല. മായ ആദ്യം സമ്മതിച്ചില്ല. സൗഹൃദം വേറെയാണ് നന്ദു, ജീവിതം വേറെയാണ്. പക്ഷേ നന്ദു അമ്മയുടെ കൈ പിടിച്ചു. അച്ഛനെ മറക്കാനല്ല അമ്മ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. മായയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒടുവിൽ അവൾ ഒരു ചെറു മൗനത്തിൽ സമ്മതം നൽകി. വലിയ ആഘോഷങ്ങളൊന്നുമില്ല. തൊട്ടടുത്ത ക്ഷേത്രത്തിൽ കുറച്ച് അടുത്തവരുമായി ലളിതമായി വിവാഹം നടന്നു. നന്ദു അവരെ നോക്കി നിന്നപ്പോൾ അവളുടെ ഹൃദയം നിറഞ്ഞു. അച്ഛനെ മറന്നില്ല, പക്ഷേ അമ്മയ്ക്കൊരു കൂട്ടുണ്ടെന്ന ആശ്വാസം അവൾക്ക് വലിയ സന്തോഷം തന്നു. അങ്ങനെ കോയമ്പത്തൂരിലേക്ക് പോകുന്ന ദിവസമെത്തി. ഹരിയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയത്. അഡ്മിഷന്റെ കാര്യങ്ങൾ, ഹോസ്റ്റൽ ഫീസ്, വാർഡനോട് സംസാരിക്കെ എല്ലാം അച്ഛന്റെ കരുതലോടെ ചെയ്തു. നന്ദുവിന് ആ നിമിഷം ഒരു ശൂന്യത പോലും തോന്നിയില്ല. സുഹൃത്തുക്കളുടെ ഇടയിൽ അച്ഛനില്ല എന്നൊരു ടെൻഷനും അവൾക്കുണ്ടായിരുന്നില്ല. ഹരി അവളുടെ തലയിൽ കൈവച്ച് പറഞ്ഞു. ശ്രദ്ധിച്ചു പഠിക്കണം മോളെ. അവൾ ചെറുതായി ചിരിച്ചു. ശരി അച്ഛാ. ആ ഒരു വാക്ക് കേട്ട് ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് നോക്കി നിന്ന് കാണുന്ന മായയുടെ ഹൃദയം നിറഞ്ഞു. തന്റെ മകൾ സുരക്ഷിതയാണ്. തന്റെ ജീവിതം വീണ്ടും ഒരു സമാധാനം കണ്ടെടുത്തു. ജീവിതം ചിലപ്പോൾ നഷ്ടങ്ങൾ കൊണ്ട് തകർന്നു പോകും, പക്ഷേ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു ബന്ധം അവസാനിച്ചാൽ അതിന്റെ ഓർമ്മകൾ മനസ്സിൽ അതിജീവിക്കും. പുതിയ ഒരു ബന്ധം തുടങ്ങുമ്പോൾ അതിൽ പഴയ സ്നേഹത്തെ ഇല്ലാതാക്കേണ്ടതില്ല. അതിനു കൂട്ടായി പുതിയൊരു സമാധാനം ചേർക്കുക. നന്ദുവിന് അച്ഛൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ജീവിതം അവൾക്ക് കരുതലുള്ള മറ്റൊരാൾ കൂടി നൽകി. അമ്മയ്ക്കൊരു കൂട്ട് ലഭിച്ചു. മകൾക്കൊരു ആത്മവിശ്വാസവും ലഭിച്ചു. അവരുടെ വീട്ടിൽ ഇനി ശൂന്യതയില്ല, സ്നേഹത്തിന്റെ പൂർണ്ണതയായിരുന്നു.